ഹായ്, വെൽക്കം ടു മെൻഡർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടുത്ത ടെൻസ് പഠിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ 12 ടെൻസിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഓരോ ടെൻസിന്റെയും എല്ലാ യൂസസും അങ്ങനെയാണ് ക്ലാസ് എടുത്തരുന്നത്. കുറച്ച് ദിവസം ഡിലേ ആയി, എന്നാലും അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. സിമ്പിൾ പ്രസന്റ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ദെൻ കണ്ടിന്യൂസിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും എല്ലാം കൂടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. ഏതാണ് പാസ്റ്റ്, ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഓരോ ടെൻസും നിങ്ങൾ തറവായിട്ട് പഠിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ടു റെപ്രസെന്റ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടക്കുന്ന പ്രവൃത്തികളെ കാണിക്കാനാണ് നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ അവിടെ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, 2025 ആണ്, 24 തൊട്ട് അങ്ങോട്ട് ഏതെങ്കിലും ഇയർ, അങ്ങനെ പാസ്റ്റില് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടന്നു എന്ന് കാണിക്കാനാണ് കൂടുതൽ ഏത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ വേറെ ഉപയോഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം മുതൽ നിങ്ങൾ അവസാനം വരെ ക്ലാസ് കാണുക. ലാസ്റ്റിൽ നിങ്ങൾക്ക് എക്സസൈസ് തരാം, അത് ചെയ്ത് ഇതിനകത്ത് ഇടണം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സിംപ്ലി സബ്ജക്ട് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ്. നിങ്ങൾക്കറിയാം, പ്രസന്റ് V1 ഫോം, പാസ്റ്റ് V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. അപ്പൊ ഏതാണോ നമുക്കവിടെ വേണ്ട വെർബ് അതിന്റെ പാസ്റ്റ് ഫോം ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. ഏത് കിട്ടാനായിട്ട്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് കിട്ടാൻ. അപ്പൊ അവൻ വൈകിട്ട് വീട്ടിൽ എത്തി. അവിടുത്തെ വെർബ് എന്താണ്? എത്തുക, അല്ലെ? ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പാസ്റ്റ് എത്തുക എന്നുള്ളതിന് എന്താണ്? റീച്ച്, എത്തിച്ചേരുക. അതിന്റെ പാസ്റ്റ് എന്ത് വരും? റീച്ച്ഡ്. അപ്പൊ സബ്ജക്റ്റ് ആരെ? ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇല്ല. ആരായാലും V2 ഫോം ആണ്. പ്രസന്റിലേ ഉള്ളൂ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ he reached home in the evening. ഓക്കെ, ഇനി അവർ ഞായറാഴ്ച ബിരിയാണി കഴിച്ചു. കഴിക്കുക എന്നുള്ളതിന് എന്താണ്? ഈറ്റ്. അതിന്റെ V2 ഫോം എന്താണ്? ate. അപ്പൊ എങ്ങനെ പറയും? they ate biryani on Sunday. they ate biryani on Sunday. നമ്മൾ കഴിഞ്ഞ വർഷം ചെന്നൈക്ക് പോയി. പോകുക എന്നുള്ളതിന് go. അതിന്റെ പാസ്റ്റ് ഫോം എന്താണ്? went. സിംപ്ലി നമുക്ക് പറയാം, we went to Chennai last year. we went to Chennai last year. ഓക്കെ, അമ്മ രാവിലെ കാപ്പി ഉണ്ടാക്കി. ഉണ്ടാക്കുക, ഒരു എന്തെങ്കിലും ഒരു സാധനം പ്രിപ്പയർ ചെയ്യുന്നതിന് എന്താ പറയുന്നേ? മേക്ക്. അപ്പൊ ഉണ്ടാക്കി എന്നുള്ളതിന് എന്താണ്? മെയ്ഡ്. മേക്കിന്റെ പാസ്റ്റ് ആണ് മെയ്ഡ്. മദർ മെയ്ഡ് കോഫി ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലി സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ് എന്താണ്? സിമ്പിൾ പാസ്റ്റ്. ഇനി ഈ സെന്റൻസുകളെല്ലാം നമുക്ക് നെഗറ്റീവിൽ പറയണം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. പോസിറ്റീവ് പറയുമ്പോൾ സിംപ്ലി വി ക്യാൻ സേ സബ്ജക്ട് പ്ലസ് V2 ഫോം. ഇനി നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? ഓക്സിലറി വെർബിന്റെ ആവശ്യമുണ്ട്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പഠിച്ചു ഏതാണ്? ഡു, ഡസ് ആണ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇവിടെ വരുന്ന ഓക്സിലറി അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡു, ഡസിന്റെ പാസ്റ്റ് ആയ എന്ത് വെച്ചാണ്? ഡിഡ്. ഓക്കെ, അപ്പൊ ഞാൻ പാചകം ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ആഹാരം പാകം ചെയ്തില്ല, ഞാൻ പാചകം ചെയ്തില്ല. പാചകം ചെയ്യുക എന്നുള്ളതിന് എന്താണ്? കുക്ക്. അപ്പൊ സിംപ്ലി ഞാൻ പാചകം ചെയ്തു എന്നാണെങ്കിലോ ഐ കുക്ക്ഡ് ഫുഡ്, അല്ലെങ്കിൽ ഐ കുക്ക്ഡ്. തിരിച്ച് ഞാൻ പാചകം ചെയ്തില്ല എന്ന് പറയുമ്പം ഈ കുക്ക്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് കുക്ക് ആണ്. അത് ഓർത്തോണം നിങ്ങൾ. അപ്പൊ കൂടുതലും ED ചേർത്തായിട്ട് വരുന്നത് പ്ലേ, പ്ലേഡ്, ജംപ്, ജംപ്ഡ്, കുക്ക്, കുക്ക്ഡ്, അങ്ങനെ. അപ്പൊ അതിൽ നിന്ന് ഡി എങ്ങനെ എടുത്തെന്ന് ഓർത്തോടുക. ഡിഡ് പ്ലസ് കുക്ക് ആണ് എന്ത്? കുക്ക്ഡ്. വീണ്ടും അവിടെ കുക്ക്ഡ് ഉപയോഗിക്കരുത്.
എപ്പോഴും കുട്ടികൾ വരുത്തുന്ന തെറ്റാണത്. ഡിഡിന്റെ കൂടെ വീണ്ടും ഡബിൾ പാസ്റ്റ്, വീണ്ടും ഒരു പാസ്റ്റ് ഫോം അവിടെ ഉപയോഗിക്കരുത്. ഡിഡ് പ്ലസ് V1 ആണ് എന്ത്? പാസ്റ്റ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് പറയുമ്പോൾ ഡിഡ് നോട്ട് പ്ലസ് V1 ഫോം. അങ്ങനെ ഓർത്ത് വെക്കുക. ഡിഡ് നോട്ട് പ്ലസ് V1. പാസ്റ്റിന്റെ നെഗറ്റീവിന്റെ റൂൾ അങ്ങനെ പഠിച്ചു വെക്കുക. ഡിഡ് നോട്ട് പ്ലസ് V1. അപ്പൊ ഐ ഡിഡ് നോട്ട് കുക്ക്. ഓക്കെ, അടുത്തൊരു സെന്റൻസ് നോക്കിക്കേ. അവൾ അവിടേക്ക് പോയില്ല. പോയില്ല പാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. പോയി എന്നുള്ളതിന് വെന്റ് ആണ്. പോയില്ല എന്ന് പറയുമ്പം ഡിഡ് നോട്ട് വെന്റ് എന്ന് പറയില്ല. പിന്നെ എന്താണ്? ഡിഡ് നോട്ട് ഗോ. അതായത് ഡിഡ് നോട്ട് പ്ലസ് V1 ആണ്. അപ്പൊ ഷീ ഡിഡ് നോട്ട് ഗോ ദെയർ. അവൾ അവിടെ പോയില്ല. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് എപ്പോഴും വരുത്തുന്ന തെറ്റ്. അങ്ങനെ ഒരു തെറ്റ് കുട്ടികൾക്ക് 95% കുട്ടികൾ വരുത്തുന്ന തെറ്റതാണ്. ഇനി നീ ചിത്രം വരച്ചില്ല. വരയ്ക്കുക എന്നുള്ളതിന് ഡ്രോ. തിരിച്ചെന്ത് പറയും? യു ഡിഡ് നോട്ട് ഡ്രോ എ പിക്ചർ. വരച്ചു എന്നുള്ളതിനാകുമ്പോൾ എന്ത് വരും? ഡ്രൂ. DREW. അപ്പൊ അതാണ് നമ്മൾ എങ്ങോട്ടാക്കേണ്ടത്? ഡിഡ് പ്ലസ്. അപ്പൊ ഡിഡ് പ്ലസ് ഡ്രോ ആണ് എന്ത്? ഡ്രൂ. തിരിച്ച് നെഗറ്റീവ് പറയുമ്പോൾ എന്ത് വരും? ഡിഡ് നോട്ട് പ്ലസ് ഡ്രോ. യു ഡിഡ് നോട്ട് ഡ്രോ എ പിക്ചർ. നീ ചിത്രം വരച്ചില്ല. ഓക്കെ, കുട്ടികൾ കളിച്ചില്ല. കുട്ടികൾ കളിച്ചു എന്നാണെങ്കിലോ ദ കിഡ്സ് പ്ലേഡ് എന്നാണ് പറയുന്നത്. കളിച്ചില്ല എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട് പ്ലേഡോ അല്ലെങ്കിൽ നോട്ട് പ്ലേഡോ അല്ല, പിന്നെ എന്താണ്? ദ കിഡ്സ് ഡിഡ് നോട്ട് പ്ലേ. ഡിഡ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേഡ്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ തിരിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ഡിഡ് നോട്ട് പ്ലേ. ദ കിഡ്സ് ഡിഡ് നോട്ട് പ്ലേ. ഓക്കെ, നമ്മളത് നോക്കിയില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല. വാച്ച് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നോക്കുക. വാച്ച്ഡ് ആണ് നോക്കി എന്നുള്ളതിന്. അപ്പൊ നോട്ട് വാച്ച്ഡ് വരണം. അപ്പൊ തിരിച്ചെന്ത് വരും? ഡിഡ് നോട്ട് വാച്ച്. വാച്ച്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് വാച്ച് ആണ്. അപ്പൊ എന്ത് വരും? വി ഡിഡ് നോട്ട് വാച്ച് ഇറ്റ്. നമ്മളത് നോക്കിയില്ല. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് പറയാൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇത് വെച്ച് രണ്ടു തരത്തിൽ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും ഏത് വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്സിലറി വെർബ് വെച്ച്. പാസ്റ്റിലെ ഓക്സിലറി വെർബ്, സിമ്പിൾ പാസ്റ്റിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് നെഗറ്റീവ് ഉണ്ടാക്കിയ ഡിഡ് തന്നെയാണ്. അതങ്ങനെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഇപ്പൊ നീ പോയോ? ഡിഡ് ആരാണ് സബ്ജക്ട്? യു. V1 ഫോം എന്താണ്? പോയി എന്നുള്ളതിന് വെന്റ് ആണ്. അപ്പൊ നീ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയോ? വെന്റ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ഗോ ആണ്. ഡിഡ് ഗോ ആണ് വെന്റ്. ഇപ്പൊ എങ്ങനെ ചോദിക്കും? ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ? അവിടെ ഓർക്കുക എങ്ങനെ വന്നെന്ന്. ഞാൻ കഴിഞ്ഞ ഡിഡ് യു വെന്റ് എന്നോ ഒന്നും ചോദിക്കില്ല. പിന്നെ എന്താണ്? ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. ഇതൊക്കെയാണ് അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട ആ ഒരു കാര്യങ്ങൾ. ഇത് മനസ്സിലായാൽ ഒരിക്കലും ഒന്നും തെറ്റത്തില്ല. അതുപോലെയാണ് തെറ്റ് വരുന്നതും അങ്ങനെയാണ്. അപ്പൊ ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ? ഓക്കെ, അവൻ പാചകം ചെയ്തോ? ചെയ്തു എന്നുള്ളതിനാണ് നമ്മൾ ചെയ്തോ, പാസ്റ്റിലെ കാര്യമാണ്. അപ്പൊ ചെയ്തു എന്നുള്ളതിന് എന്ത് വരും? കുക്ഡ്. തിരിച്ചെന്ത് വരും? ഡിഡ് ഹി കുക്ക്? അവൻ പാചകം ചെയ്തോ? ആൻസർ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? യെസ് ഹി കുക്ഡ്. ഇപ്പൊ ഡിഡ് യു ഗോ ആണെങ്കിലോ യെസ് ഐ വെന്റ്, അല്ലാണ്ട് യെസ് ഐ ഗോ അല്ല. അവിടെയും വരും ആൻസർ പറയുമ്പോൾ. ഓക്കെ, അവൾ കേട്ടോ? അവൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതിന് എന്താണ്? ലിസൺ. ലിസൺഡ് ശ്രദ്ധിച്ചു. തിരിച്ചെന്ത് വരും? ഡിഡ് ഷീ ലിസൺ. പിന്നെ അവിടെ ലിസൺഡ് വരില്ല. ഡിഡ് പ്ലസ് ലിസൺ ആണെന്ത്? ലിസൺഡ്. അപ്പൊ ഡിഡ് ഷീ ലിസൺ? ആൻസർ പറയുമ്പോൾ യെസ് ഷീ ലിസൺഡ് അല്ലെങ്കിൽ നോ ഷീ ഡിഡ്ന്റ് ലിസൺ. ഓക്കെ, അവർ വീട്ടിലെത്തിയോ? റീച്ച് അല്ലെങ്കിൽ അറൈവ്. വീട്ടിലെത്തിച്ചേർന്നോ? അപ്പൊ അറൈവ് ആണെങ്കിലോ അറൈവ്, അറൈവ്ഡ്. അപ്പൊ അറൈവ്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് അറൈവ്. അപ്പൊ സബ്ജക്റ്റ് ആരാണ്? അവരാണ്. ഡിഡ് ദേ അറൈവ് ഹോം? ആൻസർ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും?
യെസ് they arrived home. അല്ലെങ്കിൽ no they didn't arrive. അല്ലെങ്കിൽ നോട്ട് അറൈവ്ഡ് എന്നോ ഡിഡിന്റ് അറൈവ്ഡ് എന്നോ പറയില്ല. ആ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. they didn't arrive അല്ലെങ്കിൽ as they arrived. ഓക്കെ, ഇനി നീ കത്തുകൾ എഴുതി വെച്ചോ? എഴുതി എന്നുള്ളതിന് എന്താണ്? റോട്ട്. അപ്പൊ റോട്ടിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? did plus v1 എന്താണ്? റൈറ്റ്. അപ്പൊ എങ്ങനെ ചോദിക്കും? did you write the letters? yes I wrote. no I didn't write. did you write the letters? ഓക്കെ, ഇത് നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? yes or no ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി പാസ്റ്റിൽ നമുക്ക് ഒരുപാട് WH ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. WH ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് v1 ഫോം. ഏതാണോ ചോദ്യവാക്ക് അവിടെ വേണ്ടത് അതിനോടനുബന്ധിച്ച് എന്ത് ചേർക്കണം? ഡിഡ് ചേർക്കണം, പിന്നെ സബ്ജക്ട് വേണം, പിന്നെ v1. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബാണ് വരേണ്ടത്. അവിടെ മെയിൻ വെർബ് അവിടെ എന്ത് വരും? v1 ഫോമേ വരുള്ളൂ വെർബിന്റെ, ഡിഡ് അവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, നീ എന്ത് കഴിച്ചു? എന്തെന്നുള്ളതിന് എന്താണ്? വാട്ട്. കഴിക്കുക എന്നുള്ളതിന് ഈറ്റ്. കഴിച്ചു എന്നാകുമ്പോഴോ എയ്റ്റ്. അപ്പൊ എങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു ഈറ്റ്. നമ്മൾ ആൻസർ പറയുമ്പോഴോ ഐ എയ്റ്റ് സംതിങ് എങ്ങനെ പറയുള്ളൂ? ഐ എയ്റ്റ് ഫുഡ്. വാട്ട് ഡിഡ് യു ഈറ്റ്? നീ എന്ത് കഴിച്ചു? അവൻ എവിടെ പോയി? എവിടെ എന്നുള്ളതിന് ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വെയർ. പോയി എന്നുള്ളതിന് വെന്റ്. അപ്പൊ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡിഡ് ഗോ. അപ്പൊ എങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യൻ? വെയർ ഡിഡ് ഹി ഗോ? ഡിഡ് ഗോ ഈസ് ഈക്വൽ ടു വെന്റ്. വെയർ ഡിഡ് ഹി ഗോ? ഇതിങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമുക്കറിയാം ക്ലാസ്സിൽ ഒരുവിധ കുട്ടികൾ എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്നത് ഇതാണ്, പറയുമ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട അവസരം വരുമ്പോൾ എഴുതുന്നതിനകത്തും വരുത്തും, കൂടുതലും വരുന്നത് പറയുന്നതിനകത്താണ്. അപ്പൊ ഇതൊരു കാര്യം ഓർത്തു വെച്ചാൽ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെച്ചാൽ തെറ്റില്ല. അവർ എപ്പോൾ എത്തി? എപ്പോൾ എന്നുള്ളതിന് എന്താണ്? വെൻ. എത്തിച്ചേർന്നു എന്നുള്ളതിന് എന്താണ്? അറൈവ്ഡ്. അപ്പൊ ഡിഡ് അറൈവ് ആണ് എന്ത്? അറൈവ്ഡ്. അപ്പൊ എങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് ദേ അറൈവ്. വെൻ ഡിഡ് ദേ അറൈവ്? അവരെപ്പോൾ എത്തി. ഓക്കെ, നീ ആർക്കാണത് നൽകിയത്? നീ ആർക്കാണത് നൽകിയത്? ആർക്ക് എന്നുള്ളതിന് എന്താണ്? ഹും ആണ് വരുന്നത്. ഹു ആരെന്നാണ്, ആർക്ക് എന്നുള്ളതിന് എന്താണ്? ഹും. അപ്പൊ നീ ആർക്ക് നൽകി? കൊടുത്തു. നൽകുക എന്നുള്ളതിന് ഗീവ്. പാസ്റ്റ് ആകുമ്പോ എന്ത് വരും? ഗേവ്. അപ്പൊ ഡിഡ് ഗീവ് ആണ് എന്ത്? ഗേവ്. അപ്പൊ എങ്ങനെ ചോദിക്കും? ഹും ഡിഡ് യു ഗീവ് ഇറ്റ് ടു? നീ ആർക്കാണ് നൽകിയത്? ഹും ഡിഡ് യു ഗീവ് ഇറ്റ് ടു? നീ ഇതാർക്കാണ് നൽകിയത്? അവർ എന്ത് കണ്ടു? എന്തെന്നുള്ളതിന് വാട്ട്. കാണുക എന്നുള്ളതിന് സി. കണ്ടു ആകുമ്പോ സോ. അപ്പൊ സോ ഈസ് ഈക്വൽ ടു ഡിഡ് സി ആണ്. അപ്പൊ എങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് ദേ സി? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത്. വാട്ട് ഡിഡ് ദേ സി? അവരെന്ത് കണ്ടു? ഓക്കെ, ഇനി നമ്മള് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ദെൻ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്. പോസിറ്റീവ് സെന്റൻസ് പറയാൻ ഒന്നും വേണ്ട, സബ്ജക്റ്റിന്റെ കൂടെ V2 ചേർത്താൽ മതി. ബാക്കി ക്വസ്റ്റിനകത്തെല്ലാം വെർബിനെ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? ഡിഡ് ചേർത്ത് സ്പ്ലിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിന്റെ ഉപയോഗം പഠിക്കാം. നമ്മൾ പാസ്റ്റിൽ ഇപ്പൊ ഒരു പ്രത്യേക കാര്യം നടന്ന സമയത്തെ കാണിക്കുന്നതാണ് പറഞ്ഞത്. ഇനി നമുക്ക് സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ പാസ്റ്റ് പറയാം. അപ്പൊ ഒരു കുറെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പാസ്റ്റിൽ എന്ത് നടന്നാലും അതിനെ എല്ലാം കണക്ട് ചെയ്ത് എന്തിനാ പറയുന്നത്? പാസ്റ്റിൽ തന്നെ പറയാം. അതായത് വൺ ആഫ്റ്റർ അനദർ ഇൻ ദ പാസ്റ്റ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന എല്ലാം നമ്മളെ പാസ്റ്റിൽ എന്തേ പറയത്തുള്ളൂ? പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിലേ പറയുള്ളൂ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റു, ചൂടുവെള്ളം കുടിച്ചു, പത്രം വായിച്ചു, അങ്ങനെ നമ്മളെല്ലാം പറയും പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും. നമ്മളെ സിമ്പിൾ പാസ്റ്റ് കുട്ടികളോട് തറവാക്കാൻ വേണ്ടി ഇന്നലത്തെ കാര്യങ്ങള് മോർണിംഗ് ടിൽ ബെഡ് പറയാൻ പറയും. അപ്പൊ അവരിങ്ങനെ കംപ്ലീറ്റഡ് ആക്ഷൻ ഇങ്ങനെ 1 by 1 പറയും. അപ്പൊ എങ്ങനെ പറയും? ഞാൻ എഴുന്നേറ്റു, ഐ വോക്ക് അപ്പ്. ചൂടുവെള്ളം കുടിച്ചു എന്നാണെങ്കിലോ, കുടിച്ചു എന്നുള്ളതിന് എന്താണ്? ഡ്രാങ്ക്. ഡ്രാങ്ക് വാം വാട്ടർ. ആൻഡ് റീഡ്
സോറി റീഡ് അല്ല, ആൻഡ് റെഡ് ദാറ്റ് ന്യൂസ് പേപ്പർ. ആൻഡ് റെഡ് ദ ന്യൂസ് പേപ്പർ. റീഡ്, റെഡ്, റെഡ്. ഇപ്പൊ പാസ്റ്റ് ആയതുകൊണ്ട് എന്തേ വരത്തുള്ളൂ? റെഡ്. ഐ woke up, drank warm water and read the newspaper. ഓക്കെ. ഇനി ദാ പോയി, ദേ വന്നു എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്ന പോലെ അവർ വന്നു, ചിരിച്ചു, പിന്നെ പോയി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, അവൾ അവിടെ വന്നു, അവള് ചിരിച്ചു, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞു, പിന്നെ പോയി. ഇപ്പൊ എങ്ങനെ പറയും? ഷീ കെയിം, സ്മൈൽഡ് ആൻഡ് ലെഫ്റ്റ്. ലീവിന്റെ പാസ്റ്റ് ആണ് എന്ത്? ലെഫ്റ്റ്. അപ്പൊ സീരീസ് ഓഫ് പാസ്റ്റ് ആക്ഷൻ പറയാനും എന്ത് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ഓർത്താൽ മതി. ഷീ കെയിം, then smiled and left. ഓക്കെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പിന്നീട് റൂം വൃത്തിയാക്കി. ഞങ്ങൾ അതിന്റെ ഭക്ഷണം കഴിച്ചു, പിന്നീട് ഞങ്ങൾ റൂം വൃത്തിയാക്കി. എന്ത് വേണേലും കണക്ട് ചെയ്ത് നമുക്ക് പറയാം. ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് എന്ത് പറയും? We ate food and cleaned the room. And cleaned the room. We ate food and cleaned the room. ഓക്കെ. അവൻ കോളേജിൽ പോയി, ക്ലാസ്സിൽ പങ്കെടുത്തു, വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ പറഞ്ഞത് ഇത് എന്തിനാ പറയുന്നറിയോ? പാസ്റ്റിലെ സീരീസ് ആക്ഷനെ കാണിക്കാനും നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. ഹി വെന്റ് ടു കോളേജ്. കോളേജിൽ പോയി. ഗോഡ് എ പാസ്റ്റ് വെന്റ്. അറ്റൻഡഡ് ക്ലാസ്. ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആൻഡ് റിട്ടേൺ ഹോം. വീട്ടിലേക്ക് തിരിച്ചു വന്നു. റിട്ടേൺഡ് ആൻഡ് റിട്ടേൺ ഹോം. ഓക്കെ. അവർ പാടിത്തുടങ്ങി, പിന്നെ നൃത്തം ചെയ്തു. എങ്ങനെ പറയും? ദേ സ്റ്റാർട്ടഡ് സിംഗിങ് ആൻഡ് ദെൻ ഡാൻസ്ഡ്. അത് രണ്ടും ഒരുപോലെയാണ്. പാടി തുടങ്ങി, അപ്പോൾ അവൾ നൃത്തം ചെയ്തു. പാടി തുടങ്ങി, അത് കഴിഞ്ഞ് അവൾ നൃത്തം ചെയ്തു. എങ്ങനെ പറയും? അല്ലെങ്കിൽ അവര് ദേ സ്റ്റാർട്ടഡ് സിംഗിങ്, തുടങ്ങി, ആൻഡ് ദെൻ ഡാൻസ്ഡ്, അത് കഴിഞ്ഞ് നൃത്തം ചെയ്തു. ഓക്കെ. ഇനി ഇത് തന്നെ നമുക്ക് നെഗറ്റീവിൽ പറയണം. തിരിച്ച് നെഗറ്റീവിൽ ഇതൊന്നും ചെയ്തില്ല എന്നാണെങ്കിലോ? ഞാൻ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തില്ല, നേരെ പോയി എന്നെങ്ങനെ പറയും? ഞാൻ എഴുന്നേറ്റ്, പല്ല് തേച്ചില്ല, ഞാൻ നേരെ പോയി എന്നാണെങ്കിലോ? ബ്രഷ് ചെയ്തു എന്നാണെങ്കിലോ? ബ്രഷ്ഡ്. തിരിച്ചെന്ത് പറയും? ഡിഡ് ബ്രഷ് ആണ് ബ്രഷ്ഡ്. അപ്പൊ എങ്ങനെ പറയും? ഐ ഡിഡിന്റ് ബ്രഷ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഐ വെന്റ് ഡയറക്ട്ലി. ഞാൻ നേരെ പോയി. ഐ ഡിഡിന്റ് ബ്രഷ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഐ വെന്റ് ഡയറക്ട്ലി. ഞാൻ നേരെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തില്ല, നേരെ പോയി. ഓക്കെ. അവൾ വായിച്ചില്ല, പാടിയില്ല. She didn't read or sing. She didn't read or sing. ഇനി അടുത്ത യൂസ് നമുക്ക് നോക്കാം. അതായത് പാസ്റ്റിൽ ഒരു ഡ്യൂറേഷൻ. അപ്പൊ നമ്മള് കുറച്ച് നാളത്തേക്ക് ഒരു കാര്യം ചെയ്തു പാസ്റ്റില്, അത് പറയാൻ വേണ്ടി. സംതിങ് ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ സം ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് ഫോർ ആക്ഷൻസ് ദാറ്റ് ലാസ്റ്റഡ് ഫോർ എ വൈൽ. ഓക്കെ. ബട്ട് ആർ കംപ്ലീറ്റഡ് നൗ. നേരത്തെ പാസ്റ്റിൽ ഒരു പ്രവൃത്തി തുടർന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. നേരത്തെ കംപ്ലീറ്റ് ചെയ്തത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കേ. ഞാൻ 2 വർഷം കോഴിക്കോട്ട് ജോലി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ 2 വർഷം ചെന്നൈയിൽ ജോലി ചെയ്തു. ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക്ഡ്. ചെയ്തു, ചെയ്യുക, വർക്ക്, വർക്ക്ഡ്. അപ്പൊ ഐ വർക്ക്ഡ് ഇൻ ചെന്നൈ ഫോർ 2 years. I worked in Chennai for 2 years. Okay. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. അവൻ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. ചികിത്സയ്ക്ക് എന്നുള്ളതിന് എന്താണ്? ട്രീറ്റ്മെന്റ്. ആയിരുന്നു ആണ് ഇവിടുത്തെ മെയിൻ വെർബ് വരുന്നത്. ബിയുടെ പാസ്റ്റ് വാസ് വെയർ, ആയിരുന്നു. അപ്പൊ ഹി ആയതുകൊണ്ട് എന്ത് വരും? വാസ്. ഇപ്പൊ എങ്ങനെ പറയും? ഹി വാസ് അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ 5 days. അവൻ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. അവിടെ കംപ്ലീറ്റഡ് ആണ് 5 ദിവസം. ബാക്കി ഇതുപോലെ വരുന്ന വേറെ ടെൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതിവിടെ കംപ്ലീറ്റഡ് ആണ്. 5 ദിവസമായിട്ട് ചികിത്സയിലായിരുന്നു. ഓക്കെ. അവൾ 3 മണിക്കൂർ പഠിച്ചു. അത് കംപ്ലീറ്റഡ് ആണ്. അവൾ 3 മണിക്കൂർ പഠിച്ചു. ഇപ്പൊ എങ്ങനെ പറയും? ഷീ സ്റ്റഡീഡ് ഫോർ 3 hours. ഷീ സ്റ്റഡീഡ് ഫോർ 3 hours. ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചു. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ പാസ്റ്റില്. ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചു. താമസിക്കുക എന്നുള്ളതിന് സ്റ്റേ. താമസിച്ചു, സ്റ്റേഡ്. വി സ്റ്റേഡ് there for a week. വി സ്റ്റേഡ് there for a week. ഒരാഴ്ച ഞങ്ങൾ അവിടെ താമസിച്ചു. അവർ 5 വർഷം കാനഡയിൽ താമസിച്ചിരുന്നു. They lived in Canada for 5 years. അതവിടെ കംപ്ലീറ്റ് ചെയ്തു. അവർ 5 വർഷം അവിടെ താമസിച്ചിരുന്നു. They lived in Canada for 5 years. ഓക്കെ. ഇനി ഇതിന്റെ നെഗറ്റീവ് ആണെങ്കിലോ? ഇതേപോലെ തന്നെ
ഞാൻ ഒരു ദിവസം പോലും അവിടെ താമസിച്ചില്ല. സ്റ്റേഡ് എന്നെങ്ങനെ പറയും? ഡിഡ് സ്റ്റേ. അപ്പൊ എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് സ്റ്റേ there even for a day. ഒരു ദിവസം പോലും, അതിനാണ് ഈവൻ അവിടെ ചേർക്കുന്നത്. പോലും. ഐ ഡിഡ്ന്റ് സ്റ്റേ there even for a day. ഒരു ദിവസം പോലും ഞാൻ അവിടെ താമസിച്ചില്ല. ഓക്കെ. അവൾ 1 മണിക്കൂർ പോലും പഠിച്ചില്ല. ആ പോലും എന്ന് ചേർക്കാൻ അവിടെ ഏത് വാക്ക് ഉപയോഗിക്കും? ഈവൻ. ഇപ്പൊ എങ്ങനെ പറയും? പഠിച്ചു എന്നാണെങ്കിൽ സ്റ്റഡീഡ്. ഡിഡ് പ്ലസ് സ്റ്റഡി. അപ്പൊ എങ്ങനെ പറയും? ഡിഡ്ന്റ് സ്റ്റഡി. ഷീ ഡിഡ്ന്റ് സ്റ്റഡി ഈവൻ ഫോർ ആൻ അവർ. 1 മണിക്കൂർ പോലും അവൾ പഠിച്ചില്ല. നമ്മൾ പറഞ്ഞ അവൻ 1 മണിക്കൂർ പോലും പഠിച്ചില്ല. ഷീ ഡിഡ്ന്റ് സ്റ്റഡി ഈവൻ ഫോർ ആൻ അവർ. ഓക്കെ. ഇനി അടുത്ത ഒരു ഉപയോഗം നോക്കാം. ഇത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഓക്കെ. പാസ്റ്റ് ഹാബിറ്റ്സിനെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. അതായത് യൂസ് ടു ഡു ബിഫോർ. നമ്മുടെ ഈ സമയത്തിന് മുമ്പ് നമ്മളൊരു പാസ്റ്റ് ഹാബിറ്റ്സ്, നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നേരത്തെ ചെയ്തിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ ഏത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. അവിടെ നമ്മൾ യൂസ് ടു ചേർത്ത് പറയും. കുട്ടികൾ എപ്പോഴും യൂസ് ടു എന്ന് പറഞ്ഞാൽ പതിവായി എന്നുള്ള, എനിക്ക് സ്പീക്കിംഗ് എടുക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടും, ഞാൻ അങ്ങനെ പതിവായി ചെയ്തു, പതിവായി. യൂസ് ടു എന്ന് പറയും. ആദ്യം നമ്മൾ പറയിപ്പിക്കാം, പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ യൂസ് ടു എന്നുള്ള അർത്ഥം പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റിൽ പതിവായി നടന്ന കാര്യങ്ങളെ ചേർക്കാനാണ്, കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ് ടു ചേർക്കുന്നത്. പാസ്റ്റ് റുട്ടീൻസ്, ഹാബിറ്റ്സ്, അതായത് വിച്ച് നോ ലോങ്ങർ ഹാപ്പൻ. നോക്ക്, എക്സാമ്പിൾ നോക്കിക്കുക. അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ബസ്സിൽ പോവാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇന്നത് കളിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഞങ്ങൾ കുട്ടിക്കാലത്ത് ബസ്സിൽ പോവാറുണ്ടായിരുന്നു. We used to go by bus in childhood. We used to go. Used to. Past habits ആണ് കാണിക്കുന്നത്. We used to go by bus in childhood. അല്ലാണ്ട് ഇപ്പൊ പതിവായി ഞങ്ങൾ ബസ്സിൽ പോകുന്നു എന്നുള്ള അർത്ഥമല്ല അവിടെ. യൂസ് ടു പതിവായി എന്ന് തെറ്റിദ്ധരിച്ച് കുട്ടികൾ അങ്ങനെ പറയും. ഒരിക്കലും ഇപ്പൊ പതിവായിട്ട് ഐ യൂസ് ടു ഡ്രിങ്ക് വാട്ടർ അല്ലെങ്കിൽ ഐ യൂസ് ടു ഡ്രിങ്ക് മിൽക്ക് അങ്ങനെയല്ല. പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷനെ, റുട്ടീനെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? യൂസ് ടു ചേർത്ത് പറയുന്നത്. അവൻ നേരത്തെ ചായ മാത്രം കുടിക്കുമായിരുന്നു. He used to drink only tea before. He used to drink only tea before. നേരത്തെ അവൻ ചായ മാത്രം കുടിക്കുമായിരുന്നു. ഞാൻ സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുമായിരുന്നു. I used to go straight home after school. നേരെ സ്കൂൾ വിട്ട ഉടനെ ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ. അല്ലാണ്ട് അങ്ങനെ പറയില്ലേ നമ്മൾ. അപ്പൊ എങ്ങനെ പറയും? I used to go straight home after school. അവൾ ദിവസം 5 തവണ പ്രാർത്ഥിക്കുമായിരുന്നു. She used to pray 5 times a day. ഇവിടെ ഓർത്താൽ മതി, യൂസ് ടു എന്നുള്ളത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമുക്കിതിന്റെ നെഗറ്റീവ് നോക്കാം. ഇപ്പൊ നമ്മള് പ്രസന്റ് പോസിറ്റീവില് പറഞ്ഞു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഇനി നോക്കാം. ഞങ്ങൾ TV കാണാറില്ലായിരുന്നു. ഞങ്ങൾ TV അന്നൊന്നും കാണാറില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ TV കാണാറില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ പറയും? We didn't used to watch TV. Didn't use. Used എന്നുള്ളതിന് എങ്ങനെ പറയും? Did use. അപ്പൊ തിരിച്ചെങ്ങനെ പറയും? ഒരിക്കലും we didn't used to എന്ന് പറയരുത്. തിരിച്ചെങ്ങനെ പറയും? We didn't used to watch TV. അതിന്റെ അർത്ഥം ഞങ്ങൾ TV നേരത്തെ കാണാറില്ലായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല. ഞങ്ങൾ നേരത്തെ TV കാണാറില്ലായിരുന്നു. അവൻ നേരത്തെ കാപ്പി കുടിക്കാറില്ലായിരുന്നു. He didn't used to drink coffee. അപ്പോഴും ഓർക്ക, used is equal to did plus use. Then didn't used to drink coffee. അവൾ രാവിലെ എക്സസൈസ് ചെയ്യാറില്ലായിരുന്നു. She didn't used to exercise in the morning. She didn't used to exercise in the morning. അവർ തീരെ പഠിക്കാറില്ലായിരുന്നു. They didn't used to study much. They didn't used to study much. Okay. ഞാൻ പുസ്തകങ്ങൾ വായിക്കാറില്ലായിരുന്നു. I didn't used to read books. I didn't used to read books. ഇവിടെ ഓർത്താൽ മതി, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ യൂസ് ടു ഉപയോഗിക്കുന്നു. തിരിച്ചത് നെഗറ്റീവിൽ പറയുമ്പോൾ എന്ത് പറയും? ഡിഡ് യൂസ് ആണ് യൂസ്ഡ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ
നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് V2 ഫോം, അതിന് നെഗറ്റീവ് ഉണ്ടാകുന്ന എങ്ങനെയാണ്, yes or no ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അതിന്റെ വിവിധ ഉപയോഗങ്ങള്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ടെൻസ് നിങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞു പഠിക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം അങ്ങനെ പഠിക്കാൻ. ഇപ്പൊ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു, ഇത് നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഓർത്തത്. ചെയ്യുക എന്നുള്ളതിന് എന്താണ്? ഡു. അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോ എന്താണ്? ഡിഡ്. അപ്പൊ എങ്ങനെ പറയും? ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു. ഇനി ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഡിഡ് പ്ലസ് ബേസ് ഫോം ആണല്ലോ. ഇവിടുത്തെ ബേസ് ഫോം ഏതാണ്? ഡു. അപ്പൊ ആ രണ്ട് ഡിഡും കൂടെ മാറിപ്പോവല്ലത്. ഐ ഡിഡിന്റ് ഡു മൈ ഹോംവർക്ക്. ആദ്യത്തെ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബും രണ്ടാമത്തെ ഡു അവിടെ എന്താണ്? പ്രധാന ക്രിയ, ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പറയും? ഐ ഡിഡിന്റ് ഡു മൈ ഹോംവർക്ക്. ഓക്കെ, അവർക്ക് ഡിഡ് പ്ലസ് ഡു ആണ് ഡിഡ്. അപ്പൊ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ, അല്ലെങ്കിൽ നീ ഇന്നലെ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ. ആൻസർ പറയുമ്പോ എങ്ങനെ പറയും? ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഐ ഡിഡ് മൈ ഹോംവർക്ക്. അതവിടെ ഓർത്താൽ മതി. ഒരു ഡിഡ് ഓക്സിലറി വെർബും രണ്ടാമത്തെ ഡു വെർബും ഡിഡ് ഡു ആണ്. ഇപ്പൊ ഡിഡ് ഗോ വെന്റ് എന്ന് പറയുന്ന പോലെ ഡിഡ് ഡു ഈസ് ഈക്വൽ ടു ഡിഡ്. അതെപ്പോഴും തറവാക്കി വെക്കണം. അത് പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പൊ ഒരു ഇന്നലത്തെ കാര്യങ്ങളെ സിമ്പിൾ പാസ്റ്റ് തറവാകാൻ വേണ്ടി നമ്മുടെ പാസ്റ്റിലെ ഇപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേ സെലിബ്രേഷനോ ഒരാളുടെ മാരേജിന് ഫംഗ്ഷനോ എന്തെങ്കിലും നമ്മളെ പാസ്റ്റിൽ എന്താണോ കഴിഞ്ഞു പോയത് അതെല്ലാം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇന്ന് ഈ സമയത്തിന് മുമ്പുള്ളതെല്ലാം പാസ്റ്റിൽ പറഞ്ഞു നോക്കുക. ഓക്കെ, ഞാൻ ആഹാരം കഴിച്ചു. ഐ ഏറ്റ് ഫുഡ്. തിരിച്ച് ഐ ഡിഡിന്റ് ഈറ്റ് ഫുഡ്. തിരിച്ച് ഡിഡ് യു ഈറ്റ് ഫുഡ്? വാട്ട് ഡിഡ് യു ഈറ്റ്? അങ്ങനെ തിരിച്ചും മറിച്ചും കുട്ടികളോടൊപ്പം ഞാൻ ഐ റോട്ട് എ ലെറ്റർ. ഡിഡ് യു റൈറ്റ് എ ലെറ്റർ? ഐ ഡിഡിന്റ് റൈറ്റ് എ ലെറ്റർ. ഡിഡിന്റ് യു റൈറ്റ് എ ലെറ്റർ? അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു പഠിക്കുക ഓരോ സെന്റൻസും. അപ്പൊ നിങ്ങൾക്ക് അതിനോടൊപ്പം WH ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്താൽ മതി. അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി, ഇത് തറവാകും. ഓക്കെ, ഞാൻ ഇതിന്റെ താഴെ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. അതെഴുതി ക്ലാസ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളുക, പറഞ്ഞുതരാം. അവൻ ഇന്നലെ പാർക്കിൽ പോയി. അവൾ പഠിച്ചില്ല. തേർഡ് വൺ, കുട്ടിക്കാലത്ത് ഞങ്ങൾ മരത്തിൽ കയറുമായിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ മരത്തിൽ കയറുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. ഓക്കെ, അടുത്ത വീണ്ടും ഒരു നല്ല ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.